താൽക്കാലിക വെടിനിർത്തലിലാണ് എങ്കിലും ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് നാളെ 2 മാസം തികയുന്നു. ഈ സംഘർഷത്തിൽ കൂടുതൽ നഷ്ടം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഗൾഫ് മേഖലയിൽ എന്നായിരിക്കും. ഇറാന്റെ നഷ്ടക്കണക്കിന്റെ ആധികാരികത പരിശോധിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കൃത്യമായി പറയാനും കഴിയില്ലല്ലോ. അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകിയത് ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഗൾഫ് മണ്ണിലെ അമേരിക്കൻ സൗകര്യങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. US സൈനിക താവളങ്ങൾക്കും ഉപകരണങ്ങൾക്കും വലിയ നാശമാണ് ഉണ്ടായത് എന്ന് US ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. കോടിക്കണക്കിന് ഡോളർ നഷ്ടമാണ് ഇറാൻ ആക്രമണത്തിൽ സംഭവിച്ചത് എന്നാണ് US ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. US-ന്റെ അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇറാന്റെ പഴയ F-5 യുദ്ധവിമാനം പോലും ആക്രമണത്തിൽ പങ്കെടുത്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ലോകോത്തര സൈനിക ശക്തിയായ അമേരിക്കയുടെ മേൽ ഇറാൻ നേടിയ മേൽക്കൈയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇറാനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു നടന്ന ട്രംപിനെ അനിശ്ചിതകാല വെടിനിർത്തലിലേക്ക് കൊണ്ടെത്തിച്ചതും ഇറാന്റെ ഈ ആക്രമണങ്ങളും അതിലുണ്ടായ നാശനഷ്ടങ്ങളുമായിരിക്കും. ഫെബ്രുവരി 28-നാണ് ഇറാന്റെ മണ്ണിൽ അമേരിക്കയും ഇസ്രായേലും ആദ്യത്തെ ബോംബിടുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ വധിക്കപ്പെട്ട ആക്രമണം. ഈ ആക്രമണത്തോടെ തന്നെ ഇറാൻ മുട്ടുമടക്കുമെന്ന് കരുതിയിരുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതായിരുന്നു ഇറാന്റെ പിന്നീടുള്ള നീക്കങ്ങൾ. ഫെബ്രുവരി 28-ന് വൈകുന്നേരം തന്നെ പശ്ചിമേഷ്യൻ മേഖലയിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ മറുപടി നൽകി. അവിടം കൊണ്ട് തീർന്നില്ല. കാത്തിരിക്കുന്നത് വമ്പൻ ആക്രമണത്തിന്റെ ദിനങ്ങളാണ് എന്ന് സൂചന നൽകുന്ന ഒന്നിലധികം ആക്രമണങ്ങൾ നടന്നു. തങ്ങളെ ആക്രമിച്ചാൽ അത് പ്രാദേശിക യുദ്ധമാകുമെന്ന് യുദ്ധം ആരംഭിക്കും മുൻപ് തന്നെ ഇറാൻ നൽകിയ മുന്നറിയിപ്പ് അന്വർത്ഥമാക്കുന്ന തരത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിലെ US താവളങ്ങളിൽ വ്യാപകമായി ഇറാൻ മിസൈലുകൾ പതിച്ചു. ഗൾഫ് മേഖലയിലെ ഡസൻ കണക്കിന് കേന്ദ്രങ്ങളാണ് ഇറാൻ ആക്രമിച്ചത്. പശ്ചിമേഷ്യൻ മേഖലയിലെ ഇറാൻ ആക്രമണം US-ന് വമ്പൻ നാശനഷ്ടങ്ങൾ വരുത്തിയതായി നേരത്തെ തന്നെ പ്രാഥമിക വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രാഥമിക കണക്കുകളെക്കാളും വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് US ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കോടിക്കണക്കിന് ഡോളർ ചിലവിട്ടല്ലാതെ ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നും US ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. പശ്ചിമേഷ്യയിലെ 7 രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഇവിടങ്ങളിലുള്ള പ്രധാന സൈനിക കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, കമാൻഡ് സെന്ററുകൾ, വിമാന ഹാങ്ങറുകൾ, സാറ്റലൈറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ആക്രമണത്തിൽ തകർന്നു. റൺവേകളും റഡാർ സംവിധാനങ്ങളും ചില വിമാനങ്ങളും നശിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അത്യാധുനിക ശേഷിയും സംവിധാനങ്ങളും ഉള്ളവയാണ്. ഇവയുടെ നിർമ്മാണ ചെലവ് തന്നെ പലതിനും $100 കോടി ഒക്കെയാണ് വരിക. ഇവ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അതിന് വലിയ സാമ്പത്തിക ചെലവ് വരും. അതായത് യുദ്ധം കഴിഞ്ഞാലും യുദ്ധം വരുത്തിയ നാശനഷ്ടങ്ങൾ പരിഹരിക്കണമെങ്കിൽ തന്നെ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വരും. ഇതിനു പുറമെയാണ് ഇറാൻ ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ പുനഃശേഖരിക്കുന്നത്. ഇതും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുക. എന്നാൽ ഈ ആക്രമണങ്ങളിലെല്ലാം തന്നെ എത്ര നാശനഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് പുറത്തുവിടാൻ US പ്രതിരോധ വകുപ്പ് തയ്യാറായിട്ടില്ല. പശ്ചിമേഷ്യയിലുണ്ടായ ഈ വമ്പൻ നഷ്ടത്തെക്കുറിച്ച് മേഖലയിലെ സൈനിക നടപടികൾ കൈകാര്യം ചെയ്യുന്ന US സെൻട്രൽ കമാൻഡും പ്രതികരിച്ചിട്ടില്ല. ഇറാൻ യുദ്ധത്തിന് പെന്റഗൺ US കോൺഗ്രസിനോട് $200 ബില്യൺ അധികമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങി ആദ്യത്തെ ആഴ്ച തന്നെ $11 ബില്യൺ അധികമാണ് US ഇറാനിലെ സൈനിക നീക്കങ്ങൾക്കായി ചെലവഴിച്ചത്. യുദ്ധത്തിന് $1.5 ട്രില്യൺ ചെലവ് വരുമെന്ന തരത്തിൽ പ്രതിരോധ ബജറ്റിന് പ്രസിഡന്റ് ട്രംപ് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വർഷത്തേക്കായി, അതായത് 2026-ലേക്കായി $838.5 ബില്യൺ പ്രതിരോധ ബജറ്റിന് US കോൺഗ്രസ് ഇതിനകം അംഗീകാരം നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്താകും പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക്. ഇതിന്റെ യഥാർത്ഥ കണക്ക് പുറത്തു വന്നാൽ മാത്രമേ ഇറാൻ യുദ്ധം അമേരിക്കയ്ക്ക് വരുത്തിവെക്കുന്ന സാമ്പത്തിക ആഘാതത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുകയുള്ളൂ. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കുവൈറ്റിലെ US സേനാ താവളമായ ക്യാമ്പ് ബ്യൂഹ്റിങ്ങിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. US-ന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ താഡിനെ പോലും മറികടന്ന് പഴയ ഒരു ഇറാനിയൻ യുദ്ധവിമാനമായ F-5 ആണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. US-ന്റെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ അടക്കം ഭേദിക്കാൻ ഒരു പഴയ ഇറാനിയൻ വിമാനത്തിന് പോലും സാധിച്ചു എന്നത് US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെയും കരുത്തിനെയും ചോദ്യം ചെയ്യുന്നതാണ്.
വർഷങ്ങൾക്ക് ശേഷം ഒരു ശത്രു വിമാനം US സൈനിക താവളത്തിൽ ഇടിക്കുന്നത് ഇതാദ്യമാണ് എന്നാണ് റിപ്പോർട്ട്. വ്യോമ പ്രതിരോധ മിസൈലുകൾ താവളത്തെ സംരക്ഷിച്ചുവെങ്കിലും ഒരു ഇറാനിയൻ പൈലറ്റ് അവയിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരു ബോംബ് വർഷിച്ചതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖത്തർ, UAE, ബഹ്റൈൻ, ജോർദാൻ, കുവൈത്ത്, ഇറാഖ്, സൗദി അറേബ്യ എന്നീ 7 രാജ്യങ്ങളിലെ 11 താവളങ്ങളിലായി 100-ലധികം ലക്ഷ്യങ്ങൾ ഇറാൻ ആക്രമിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ഇറാനെ ആക്രമിക്കുന്നതിനായി അമേരിക്കയുടെ ആയുധ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും ഉപയോഗിച്ചു കഴിഞ്ഞതായാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ വിശകലനത്തിൽ പറയുന്നത്. മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ US സൈന്യം അവരുടെ പ്രിസിഷൻ ഗൈഡ് മിസൈലുകളുടെ ശേഖരത്തിന്റെ 45% ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് CSIS പറയുന്നത്. ബാലിസ്റ്റിക് ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത THAAD ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പകുതിയും പാട്രിയറ്റ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകളുടെ ഏകദേശം 50% ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ 30%, ദീർഘദൂര എയർ ടു സർഫേസ് മിസൈലുകളുടെ 20%-ലധികവും ഉപയോഗിച്ചിട്ടുണ്ട്. ആയുധ ശേഖരത്തിന്റെ ഈ കുറവ് നികത്താൻ തന്നെ അമേരിക്കയ്ക്ക് 4 മുതൽ 5 വർഷം വരെ സമയമെടുക്കും. സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറയുകയും വേണ്ട. യുദ്ധം എന്നത് വീഡിയോ ഗെയിം പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണുന്നത്. സൈനികമായി വലിയ ശക്തിയാണ് എന്നും ഏത് രാജ്യവും കീഴടങ്ങുമെന്നും ട്രംപ് കരുതുന്നുണ്ട്. എന്നാൽ ആണവായുധമുള്ള രാജ്യങ്ങളെ ആക്രമിക്കാതിരിക്കാനുള്ള ബുദ്ധിയുണ്ട് താനും. അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് പുല്ലുവില കൊടുക്കുന്ന ട്രംപ് മറ്റു രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുമില്ല എന്ന് പറയാം. ഇറാനെ ചൈനയും റഷ്യയും സഹായിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർക്ക് അറിയാമായിരുന്നു. യുദ്ധത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അമേരിക്കൻ ആയുധങ്ങൾക്ക് ഇറാനെ കീഴടക്കാൻ കഴിയാത്തത്. കൃത്യമായി അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കാൻ ഇറാനെ സഹായിച്ചത് ചൈനയുടെയും റഷ്യയുടെയും ഉപഗ്രഹങ്ങളാണ് എന്ന് വാർത്ത വന്നു കഴിഞ്ഞു. ചൈനയ്ക്കുള്ള എണ്ണ കയറ്റുമതി തടയുന്ന കാര്യം ട്രംപ് ആലോചിച്ചത് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമാണ് എന്ന് പറയാം. ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഇറാന്റെ തുറമുഖത്ത് നിന്ന് കപ്പലുകൾക്ക് എണ്ണയുമായി ചൈനയിലേക്ക് പോകുന്നതിന് തടസ്സമുണ്ടായത്. അത് തന്നെ പൂർണ്ണമായും തടഞ്ഞു എന്ന് പറയാനും കഴിയില്ല. അമേരിക്കയുടെ നാവിക ഉപരോധം നിലനിൽക്കെ തന്നെ നിരവധി കപ്പലുകൾ ഇറാന്റെ അനുമതിയോടെ ഹോർമൂസ് കടന്ന് പുറംകടലിൽ എത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത്തരത്തിൽ തന്ത്രമില്ലാതെ യുദ്ധത്തിനിറങ്ങിയതാണ് ട്രംപ്. അവർ നേരിടുന്നതാകട്ടെ എപ്പോൾ വേണമെങ്കിലും യുദ്ധമുണ്ടാകാമെന്ന് കരുതുന്ന സദാ യുദ്ധസജ്ജരായ ഇറാനെയും. അമേരിക്കയുടെ മുൻ യുദ്ധങ്ങളെക്കുറിച്ച് അറിയാത്ത ട്രംപ് പിടിവാശിക്കായി നടത്തുന്ന യുദ്ധമായി മാറി ഇറാനുമേലുള്ള ആക്രമണം.